നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, സാധാരണ കുട്ടികളെല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു കൺസെപ്റ്റാണിത്. ഓക്കെ, അതിൽ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23. ഇതാണ് 1 മോൾ എന്ന് പറഞ്ഞാൽ. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്പർ അല്ലേ? എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഉത്തരം പറയും. എന്ത് അറിയുന്ന നമ്പറാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നമ്പർ നമുക്കറിയാൻ വഴിയില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ 6022 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ 6022 വായിക്കുമല്ലോ, 6022. എന്നാൽ ഇതിൻ്റെ കൂടെ 20 സീറോയും കൂടി ചേർക്കണം, എന്നാൽ മാത്രമേ 10⁻23 ആവും. അപ്പം ഞാൻ ചേർക്കുന്നുണ്ടോ? 4. യെസ്, ഏതാണ്ട് എഴുതാൻ സ്ഥലമില്ലാത്ത പോലെ ആയില്ലേ? ഇത്രയും വലിയ ഒരു നമ്പറാണ്. ഇത് വായിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം വേണമെങ്കിൽ 6 ലക്ഷം, പിന്നെ 6 crore, പിന്നെ ക്രോ അങ്ങനെ പറയും. മനസ്സിലായോ അല്ലേ? അതായത് ഈ നമ്പർ നമുക്ക് അറിയില്ല. അപ്പോൾ ഈ നമ്പർ ശരിക്കും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാവരും വിചാരിക്കും നമുക്കിത് അറിയാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇക്വേഷനോ എന്തെങ്കിലും നോക്കി, കുറച്ച് സമവാക്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പഠിക്കാൻ നോക്കും. അപ്പോൾ ആ സങ്കല്പം വളരെ വളരെ ബുദ്ധിമുട്ടാവും. ഇനി നിങ്ങളോട് എനിക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അത് നമുക്ക് അറിയുന്ന നമ്പറാണോ അല്ലയോ? അറിയാം, നമുക്കിപ്പോൾ എണ്ണാൻ പറ്റും ഇല്ലേ? 1 മുതൽ 12 വരെ. അതേ മീനിങ് ആണ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്? അത്രയും എണ്ണമുണ്ട്, ഇത്രയും എണ്ണം, എത്രയും എണ്ണം അത് നമുക്കറിയില്ല, പക്ഷെ എന്നാലും എണ്ണല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഡസനും ഒരു മോളും തമ്മിൽ ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് ഇല്ലേ? രണ്ടൊരു നമ്പറാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഇവർ തമ്മിൽ വ്യത്യാസം എന്താ? എ ഡസൻ ഈസ് എ കൗണ്ടബിൾ നമ്പർ. കൗണ്ടബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. പക്ഷേ എ മോൾ ഈസ് നോട്ട് എ കൗണ്ടബിൾ നമ്പർ. ഇറ്റ്സ് എ ബിഗ് നമ്പർ, ഇറ്റ്സ് എ ലാർജ് നമ്പർ, ഇറ്റ്സ് എ സർപ്രൈസ് നമ്പർ, റൈറ്റ്? ഓക്കെ, ദെൻ ഇത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കറിയാം, നമ്മൾ കടയിൽ പോയിട്ട് പെൻസിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കടയിൽ പോയിട്ട് പറയാം 1 ഡസൻ പെൻസിൽ വേണം അല്ലേ? 1 ഡസൻ പെൻസിൽ വേണ്ട നമ്മൾ കടയിൽ പോയിട്ട് 1 ഡസൻ വേണം എന്ന് പറഞ്ഞാലോ കിട്ടുമോ ഇല്ലയോ? ഇല്ല. അപ്പോൾ ഡസൻ എന്ന സങ്കല്പത്തിന് ഒരു മീനിങ്, ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ ഡസൻ എന്താണെന്ന് പറയണം. മനസ്സിലായല്ലോ? അതേപോലെ മോൾ എന്ന സങ്കല്പത്തിനും എന്തെങ്കിലും ഒരു അർത്ഥം വരണമെങ്കിൽ എന്ത് പറയണം? മോൾ എന്താണെന്ന് പറയണം. മോൾ ആറ്റംസ് ആണോ, മോൾ മോളിക്യൂൾസ് ആണോ, മോൾ അയോൺസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പം അതുകൊണ്ട് ആ കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? യെസ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ബോർഡിൽ കുറച്ച് എലമെന്റ്സിന്റെ ആറ്റമിക് മാസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആറ്റമിക് മാസ് എഴുതിയത് നിങ്ങളുടെ ഇപ്പോഴത്തെ മോൾ എന്ന സങ്കല്പം എളുപ്പത്തിലാക്കാനും അതോടൊപ്പം നിങ്ങൾ ഈ എൻട്രൻസ് പരീക്ഷകളൊക്കെ ഇനി പോകാൻ പോവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആറ്റമിക് മാസ് ഒരു വ്യത്യാസമേ ഉള്ളൂ. ആറ്റമിക് മാസ് ഏത് ക്വസ്റ്റ്യനിൽ തരില്ല, ഏതാകുമ്പോൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ. എന്നാൽ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ആറ്റമിക് മാസ് അൺനോൺ, നിങ്ങൾക്ക് തീരെ അറിയാത്ത എലമെന്റ്സിൻ്റെ ആറ്റമിക് മാസ് അവർ തരും. ഓക്കെ, അപ്പം ഞാൻ ബോർഡിൽ കുറച്ച് ആറ്റമിക് മാസ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും അത് എഴുതിയെടുക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഹൈഡ്രജൻ 1, ഹീലിയം 4, ലിഥിയം 9, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 16, ഫ്ലൂറിൻ 19, സോഡിയം 23, മെഗ്നീഷ്യം 24, അലൂമിനിയം 27, ഫോസ്ഫറസ് 31, സൾഫർ 32, ക്ലോറിൻ 35.5, പൊട്ടാസ്യം 39, കാൽസ്യം 40, അയൺ 56, കോപ്പർ 63.5, സിങ്ക് 65.3, ബ്രോമിൻ 80, സിൽവർ 108, അയോഡിൻ 127, ബേരിയം 137, പ്ലാറ്റിനം 195, ഗോൾഡ് 197, ലെഡ് 208. അപ്പം നിങ്ങൾ ഇത്രയും ആറ്റമിക് മാസുകൾ പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം. പക്ഷേ നമ്മൾ മെല്ലെ മെല്ലെ ഒരു ദിവസം 1-2 എലമെന്റ് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി ആറ്റമിക് മാസ് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഒരു എലമെന്റ്? ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഇനം മാറ്റങ്ങളുള്ള ഒരു സബ്സ്റ്റൻസ്. മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് പദാർത്ഥം. ഒരേ ഇനം മാറ്റങ്ങളുള്ള സബ്സ്റ്റൻസിന് എന്ത് വിളിക്കും? എലമെന്റ്.
എന്നാൽ വ്യത്യസ്ത ഇനം ആറ്റങ്ങളുള്ള സബ്സ്റ്റൻസിനെയോ കോമ്പൗണ്ട് എന്ന് വിളിക്കും, സംയുക്തം. വാട്ടർ H2O, അത് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്, അപ്പോൾ അതെന്താണ്? കോമ്പൗണ്ടാണ്. എന്നാൽ ഓക്സിജൻ O2, O മാത്രമേ ഉള്ളൂ, അപ്പോൾ എന്താണ്? എലമെൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ എലമെൻറ്റിന് അറ്റോമിക് മാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നത് കോമ്പൗണ്ടിൻ്റെ എലമെൻറ്റിൻ്റെയും കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലർ മാസും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ബോർഡിൽ എഴുതി ശ്രദ്ധിക്കുക. ഇപ്പോൾ N2 എത്ര വരിക? 28 അല്ലേ? O2O 32, ശരിയല്ലേ? അതേപോലെ Cl2O 71. ഇങ്ങനെ ഡയാറ്റമിക്കായ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ് എഴുതി കൂടെ എഴുതാൻ പറ്റും. അതുപോലെ പിന്നെ ഹീലിയം മോണോ ആറ്റമിക് മോളിക്യൂളാണ്, അതുകൊണ്ട് ഹീലിയത്തിൻ്റെ ആറ്റമിക് മാസും മോളിക്കുലർ മാസും 4 ആണ്. പഠിച്ചോ? ദെൻ അടുത്തത് ഇനി നമുക്കിപ്പം ഒരു കോമ്പൗണ്ട് സോഡിയം കാർബണേറ്റ് Na2CO3 എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 ഇൻറ്റു സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് എത്ര? 23. കാർബണിൻ്റെ 1ന് 12, 3 ഓക്സിജന് 3 ഇൻറ്റു 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കൂട്ടിയാൽ 106 കിട്ടും. ഓക്കെ, സോഡിയം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വാട്ടർ ആണെങ്കിലോ ഹൈഡ്രജൻ്റെ 1 അല്ലേ? 2 ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ്റെയോ 16, കൂട്ടി എത്ര കിട്ടും? 80. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ? ഓക്കെ, അതേപോലെ വേറെ നോക്കുക. സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്താ വരിക? 2 ഇൻറ്റു 1 പ്ലസ് സൾഫറിൻ്റെ 32 പ്ലസ് 4 ഇൻറ്റു 16 ഓക്സിജൻ്റെ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 98. ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കുക. കിട്ടില്ലേ? അത്യാവശ്യം ഏത് എലമെൻറ്റും കോമ്പൗണ്ടും ഒക്കെ നമ്മളിപ്പോൾ പഠിക്കും. ഓക്കെ, റെഡി? അപ്പോൾ മോളിക്കുലർ മാസ് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? റെഡി? ഇനി അയോണിക് മാസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അയോണിക് മാസ് ഇപ്പം നോക്കിയേ, നമുക്കറിയാം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോക്സൈഡ് OH മൈനസ് ആണ് ഹൈഡ്രോക്സൈഡ്. പക്ഷേ മൈനസ് എന്ന് പറയുമ്പോൾ OHും OH മൈനസും എന്താ വ്യത്യാസം? OHനോട് കൂടി ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് വളരെ വളരെ ചെറുതാണ്, 10⁻⁻31 എന്ന ഓർഡറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് OH മൈനസ് എഴുതുമ്പോൾ ഏത് അയോണിക് മാസ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? OHൻ്റെ മാത്രം എഴുതിയാൽ മതി. എത്ര അത്? 17. ക്ലിയർ ആയില്ലേ? 1-2 ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാർബണേറ്റ് എന്താ? കാർബണേറ്റ് CO3 2 മൈനസ്, CO3 2 മൈനസ്, 2 മൈനസിനെ മൈൻഡ് ചെയ്യണ്ട. C1 ഓക്സിജൻ, C1ന് 12, ഓക്സിജൻ 1ന് 16, എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 60 കിട്ടും. മനസ്സിലായോ? അല്ലേ? ഇപ്പോൾ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൾഫേറ്റ് SO4 2 മൈനസ്, SO4 2 മൈനസ്. അപ്പോൾ എത്ര കിട്ടും? SO4 2 മൈനസ് എന്ന് പറയുമ്പോൾ സൾഫറിൻ്റെ 1ന് 32, ഒരു ഓക്സിജനോ 16. അപ്പോൾ ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 96 കിട്ടും. മനസ്സിലായോ? ഇങ്ങനെ അയോണിക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ക്ലോറൈഡ്, ഇതാണ് ക്ലോറൈഡ്. എന്താ ക്ലോറൈഡിൻ്റെ? ക്ലോറൈഡിൻ്റെ എങ്ങനെ എഴുതല്ലേ? ക്ലോറൈഡ് Cl മൈനസ്. ആ Clൻ്റെ 35.5 എഴുതിയാൽ മതി. 35.5 ഇല്ലേ? അത് എഴുതിയാൽ മതി. മനസ്സിലായോ? ഓക്കെ, യെസ്. ഇനി എല്ലാവരും നമ്മൾ പാഠത്തിലേക്ക് വരാം. എല്ലാവരും ശരിയായി ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കറിയാം എന്താണ് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ? ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 എന്നായിട്ടില്ലേ കാണപ്പെടുക? അതുകൊണ്ട് ആറ്റോമിക് മാസ് ഓഫ് O2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്സിജൻ OXYGN എന്ന് എഴുതണ്ടേ? അതിന് പകരം O2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ആറ്റോമിക് മാസ് ഓഫ് O എന്ന് എഴുതണ്ട. എന്തുകൊണ്ട് എഴുതണ്ട? ഓക്സിജൻ എങ്ങനെ കാണപ്പെടുക? O2 ആയിട്ട്, ഡയാറ്റോമിക് മോളിക്യൂളായിട്ട് കാണണം. ശരിയല്ലേ? അപ്പോൾ ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എത്ര? 16. ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജനോ? ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 ഗ്രാം അല്ലേ? എന്താ അപ്പോൾ ഗ്രാം ആറ്റോമിക് മാസിന്റെ ചെറിയ ഡെഫിനിഷൻ? ആറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്ത എന്തായി? ഗ്രാം ആറ്റോമിക് മാസായി. ക്ലിയർ? ആറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ എന്തായി? ഗ്രാം ആറ്റോമിക് മാസ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം? 16 gram oxygen contains 1 mole atoms. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ O2 എഴുതിയിട്ട് നമ്മളിവിടെ 16 അല്ലേ എഴുതിയിട്ടുള്ളൂ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ? അവർ ശരിക്കും ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ആറ്റോമിക് മാസ് ഓഫ് OXYGN എന്ന് പറഞ്ഞാൽ അത് 16 അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്നാവുമ്പോൾ അത് 32 പോകും. വ്യത്യാസം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എത്ര? 16 ഗ്രാം അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്?
ഏതൊരു എലിമെന്റിന്റെയും ആറ്റമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ പദാർത്ഥം ആ സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ 1 മോൾ ആറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് 1 മോൾ ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിക്ക് ഗ്രാം ആറ്റമിക് മാസിന്റെ ശരിയായ ഡെഫിനിഷൻ? എഴുതുന്ന ശ്രദ്ധിക്കുക. ഗ്രാം ആറ്റോമിക് മാസ് GAM നമ്മൾ ചെറിയ ക്ലാസ്സിൽ അങ്ങനെ എഴുതാറ് is the mass of 1 mole atoms. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോൾ എന്താണെന്ന് പറയണമെന്ന്. മോൾ ആറ്റം ആണെങ്കിൽ മോൾ ആറ്റം പറയണം, മോൾ മോളിക്യൂൾ ആണെങ്കിൽ എന്ത് പറയണം? മോൾ മോളിക്യൂൾസ് പറയണം. അപ്പോൾ ഗ്രാം ആറ്റോമിക് മാസ് ഈസ് ദി മാസ് ഓഫ് 1 മോൾ ആറ്റംസ്. ക്ലിയർ? ഗ്രാം ആറ്റോമിക് മാസ് ഈസ് ദി മാസ് ഓഫ് 1 മോൾ ആറ്റംസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഐഡിയ ക്ലിയർ ആയിരിക്കുന്നത്. ഇനി ഗ്രാം ആറ്റോമിക് മാസ് പോലെ തന്നെ ഗ്രാം മോളിക്കുലർ മാസ് ഉണ്ട്. അതിനുവേണ്ടി ഐഡിയ പറഞ്ഞുതരാം. എത്രയാണ് ഓക്സിജന്റെ മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 32. യൂണിറ്റ് ഒന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല. AMU നമുക്ക് ലാസ്റ്റിൽ പഠിക്കാനില്ല അത്. ഓക്കെ, 32 AMU എന്നാ ശരിയായിട്ട് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എത്ര? ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 32 ഗ്രാം. അപ്പോൾ എന്താണ് ഗ്രാം മോളിക്കുലർ മാസിന്റെ ചെറിയ ഒരു ഡെഫിനിഷൻ? ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് അല്ലേ? അതായത് മോളിക്കുലർ മാസ് ഏതിൽ പറഞ്ഞാൽ ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസായി. അതിന്റെ അർത്ഥം എന്താണ്? 32 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് 1 മോൾ മോളിക്യൂൾസ്. 1 മോൾ എന്ത്? മോളിക്യൂൾസ്. അപ്പോൾ എല്ലാവരും ഈ വ്യത്യാസം മനസ്സിലാക്കിയോ? നേരത്തെ ഇവിടെ 16 ഗ്രാം എന്ന് എഴുതിയപ്പോൾ 1 മോൾ ആറ്റംസ് എഴുതി. ഇപ്പോൾ 32 ഗ്രാം എന്ന് എഴുതിയപ്പോൾ 1 മോൾ മോളിക്യൂൾസ് എഴുതി. രണ്ടിലും ഓക്സിജൻ O2 തന്നെയാണ് എഴുതിയിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അതേപോലെ തന്നെ നോക്കുക, എത്രയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ്? 98 അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് കണ്ടെയ്ൻസ് എത്ര? കണ്ടെയ്ൻസ് 1 മോൾ മോളിക്യൂൾസ്. 1 മോൾ മോളിക്യൂൾസ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. വാട്ട് ഈസ് ഗ്രാം? ഇത് എലമെന്റ് ആണ്, ഇതോ കോമ്പൗണ്ട്. രണ്ടിനും ഗ്രാം മോളിക്കുലർ മാസ് പറയാം. എലമെന്റ് മാത്രമേ ഏത് പറയാൻ പറ്റൂ? ആറ്റമിക് മാസ് പറയാൻ പറ്റൂ. Therefore ഗ്രാം മോളിക്കുലർ മാസ് GMM is the mass of 1 mole in the molecules. Mass of 1 mole molecules. Clear ആയല്ലോ? Mass of 1 mole molecules. ഓക്കെ ആണല്ലോ? Mass of 1 mole molecules. ഓക്കെ, അതായത് ഇടോക്കെ 16 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് 1 മോൾ ആറ്റം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 16 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് 1 മോൾ ആറ്റത്തിന് പകരം ഇങ്ങനെ സിമ്പിൾ ഉപയോഗിച്ചാൽ 3 വര ഇടുക. 3 വര ഇട്ട ഈക്വലന്റ് ടു എന്ന് വായിക്കുക. ഈക്വലന്റ് ടു. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ ഈക്വലന്റ് ടു 1 മോൾ ആറ്റംസ്. അപ്പോൾ 1 ഗ്രാം ഓക്സിജനോ? 1 ഗ്രാം ഓക്സിജൻ ഈക്വലന്റ് ടു 1/16 മോൾ ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ 5.2 ഗ്രാം ഓക്സിജൻ ആണെങ്കിലോ 5.2/16 മോൾ ആറ്റംസ്. ഇനി ഞാൻ ഇത് മാറ്റുന്നു. ഓക്കെ, 8.9 ഗ്രാം ക്ലോറിൻ ആണെങ്കിലോ 8.9/35.5 മോൾ ആറ്റംസ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ഇത് മോൾ ആറ്റംസ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ 35.5 വരുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ എങ്ങനെ പഠിക്കുക? ഗിവൺ മാസ് ബൈ ആറ്റമിക് മാസ്. അങ്ങനെ പഠിക്കില്ല, കൺസെപ്റ്റിലൂടെ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? W ഗ്രാം എലമെന്റ് എന്ന് പറഞ്ഞാൽ മൂലകം, ദാറ്റ് ഈസ് ഈക്വലന്റ് ടു W ഡിവൈഡഡ് ബൈ A മോൾ ആറ്റംസ്. W ഡിവൈഡഡ് ബൈ A മോൾ ആറ്റംസ്. എന്താ ഇവിടെ W? മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻ ഗ്രാം. What is A? A equal to gram atomic mass.
യെസ്. അപ്പോൾ എല്ലാവരും കൺക്ലൂഷൻ കണ്ടില്ലേ? W gram element is equivalent to W by A mole atoms. What is W? Mass of the substance in gram. What is A? Gram atomic mass. Okay? Yes. ശ്രദ്ധിക്കുക. What is molecular mass of sulfuric acid? Is equal to 98. അല്ലേ? സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് 98 ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡിൽ 1 മോൾ മോളിക്യൂൾസ് ഉണ്ടാവും. സൾഫ്യൂരിക് ആസിഡ് എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? കോമ്പൗണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഈസ് ഈക്വലന്റ് ടു എന്താണ്? 1 മോൾ മോളിക്യൂൾസ്. അപ്പോൾ 1 ഗ്രാം സൾഫ്യൂരിക് ആസിഡോ 1/98 മോൾ മോളിക്യൂൾസ്. അപ്പോൾ ഒരു 22.6 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലോ 22.6 ഡിവൈഡഡ് ബൈ 98 മോൾ മോളിക്യൂൾസ്. മോൾ മോളിക്യൂൾസ്. ഓക്കെ, മോൾ മോളിക്യൂൾസ്. 22.6 gram sulfuric acid is equivalent to 22.6 by 98 mole molecules. Clear? Yes. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എത്ര മാസ് എടുത്താലോ? ഇപ്പോൾ 5 gram sulfuric acid ആണെങ്കിലോ 5 divided by 98 mole molecules. 5 by 98 mole molecules. Clear? Okay. ഇനി അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നോക്കൂ, 32 ഗ്രാം ഓക്സിജൻ ഈക്വലന്റ് ടു എത്ര മോൾ മോളിക്യൂൾസ്? 1 മോൾ ആറ്റംസ് ആണോ മോളിക്യൂൾസ് ആണോ? മോളിക്യൂൾസ്. എന്തുകൊണ്ട് മോളിക്യൂൾസ് ആയി? ഇത് 32 ആയതുകൊണ്ട് മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ 1 ഗ്രാം ഓക്സിജൻ ആണെങ്കിലോ 1 ഗ്രാം ഓക്സിജൻ ഈക്വലന്റ് ടു 1/32 മോൾ എന്ത് മോളിക്യൂൾസ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 27 ഗ്രാം ഓക്സിജൻ ആണെങ്കിലോ 27/32 മോൾ മോളിക്യൂൾസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? എലമെന്റ്. സൾഫ്യൂരിക് ആസിഡോ കോമ്പൗണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് രണ്ടിനും അപ്ലൈ ചെയ്യാം. എലമെന്റിനും അപ്ലൈ ചെയ്യാം, കോമ്പൗണ്ടിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കൺക്ലൂഷൻ? W ഗ്രാം സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എലമെന്റും ആവാം കോമ്പൗണ്ടും ആവാം. ദാറ്റ് ഈസ് ഈക്വലന്റ് ടു W divided by M മോൾ മോളിക്യൂൾസ്. അവിടെ നമുക്കറിയാം what is W is equal to mass of the substance in gram. M equal to gram molecular mass. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം ഞാൻ ആ കൺക്ലൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. W gram substance is equivalent to W divided by M mole molecules. എന്താ W? Mass in gram. M equal to gram molecular mass. ഓക്കെ, ക്ലിയർ ആയില്ല? ആ കൺസെപ്റ്റിലൂടെ തന്നെ മോൾ എന്ന സങ്കല്പം പഠിക്കുക. ഇനി അപ്പോൾ മോൾ എന്ന സങ്കല്പത്തിലത്തെ രണ്ട് ചെറിയ പോയിന്റ് നമ്മൾക്ക് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് നമുക്കറിയാം 6.022 ഇൻറ്റു 10⁻23 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അവോഗാഡ്രോ നമ്പർ n നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. Na ക്യാപിറ്റൽ ലെറ്റർ ക്ലോറിൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആറ്റം? 1 മോൾ ആറ്റം. അത് 1 ക്ലോറിൻ ആറ്റം ആണെങ്കിലോ 1/Na മോൾ ആറ്റംസ് പഠിച്ചല്ലോ. അതെ,
25 ക്ലോറിൻ ആറ്റം ആണെങ്കിലോ 25 ഡിവൈഡ് ബൈ അവോഗാഡ്രോ നമ്പർ മോൾ ആറ്റംസ്. ഓക്കെ, അതെ 6.022 ഇൻറ്റു 10⁻21 ക്ലോറിൻ ആറ്റംസ് ആണെങ്കിലോ യെസ് 6.022 ഇൻറ്റു 10⁻21 ബൈ അവോഗാഡ്രോ നമ്പർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാൽക്കുലേഷൻ സ്റ്റെപ്പ് ഒക്കെ പിന്നെ പഠിക്കാം. ഓക്കെ, മോൾ ആറ്റംസ് ക്ലിയർ ആയില്ലേ? യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 3.011 ഇൻറ്റു 10⁻15 സൾഫർ ആറ്റംസ് ആണെങ്കിലോ 3.011 ഇൻറ്റു 10⁻15 ബൈ Na മോൾ ആറ്റംസ്. ഇത് സൾഫർ ആറ്റല്ലേ, പകരം ഞാൻ 3.011 ഇൻറ്റു 10⁻15 Cl2 ആണ് എഴുതിയത്. Cl2 എന്ന് പറഞ്ഞാൽ പിന്നെ മോളിക്യൂൾസ് എഴുതേണ്ട ആവശ്യമില്ല. Cl2 മോളിക്യൂൾ അല്ലേ, എത്ര ഉണ്ടാവും? അതേ 3.011 ഇൻറ്റു 10⁻15 ബൈ Na. പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് Cl2 മോളിക്യൂളാണോ ആറ്റമാണോ? മോളിക്യൂൾ. ഞാനിവിടെ മോളിക്യൂൾസ് എഴുതിയിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് മോളിക്യൂൾസ് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.011 ഇൻറ്റു 10⁻15 ബൈ Na മോൾ മോളിക്യൂൾസ്. ഓക്കെ ആണോ? മോളിക്യൂൾസ് ക്ലിയർ? റെഡി ആണല്ലോ? മോളിക്യൂൾസ്. അപ്പോൾ എന്താ വ്യത്യാസം? ഇത് ആറ്റംസ് ആണ്, ഇത് മോളിക്യൂൾസ് ആണ്. ഇത് ഏകദേശം നമ്മൾ ഡസൻ പറയുന്നതിന് എളുപ്പമുണ്ടാവും. 6 പെൻസിൽ, അര ഡസൻ പെൻസിൽ അല്ലേ? 6 പെന്നോ? അര ഡസൻ പെന്ന് അല്ലേ? അര ഡസൻ പേനകൾ ഉണ്ടാവും. 6 എണ്ണം എന്ന് പറഞ്ഞാൽ അര ഡസനാണ്. അത് പേനയായാലും പെൻസിലായാലും എല്ലാം ഒരേപോലെയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ അതേപോലെ കൺസെപ്റ്റ് അല്ലേ ഇവിടെ വന്നിട്ടുള്ളത്? ഓക്കെ, 3.011 ഇൻറ്റു 10⁻15 ബൈ Na മോളിക്യൂൾസ്. ഇത് ഒക്കെ മോൾ ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? എക്സ് ആറ്റംസ് ഈക്വലൻ ടു എക്സ് ഡിവൈഡ് ബൈ Na മോൾ ആറ്റംസ്. അതുപോലെ എക്സ് മോളിക്യൂൾസ് ഈക്വലൻ ടു എക്സ് ഡിവൈഡ് ബൈ Na മോളിക്യൂൾസ്. X ions equivalent to X divided by Na mole ions. ഓക്കെ, ആറ്റംസും മോളിക്യൂളും അയോണുകളും ഒക്കെ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സ് പാർട്ടിക്കിൾസ് ഈക്വലന്റ് ടു എക്സ് ബൈ Na മോൾ പാർട്ടിക്കിൾസ്. എക്സ് ഡിവൈഡ് ബൈ Na മോൾ പാർട്ടിക്കിൾസ്. ഓക്കെ, എക്സ് ബൈ Na മോൾ പാർട്ടിക്കിൾസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. ഇപ്പോൾ രണ്ടാമത്തെ മോൾ കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് വോളിയവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ്. അതായത് ഒരു ഗ്യാസ് എപ്പോഴും കാണപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ആറ്റങ്ങളായിട്ടാണോ മോളിക്യൂൾസ് ആയിട്ടാണോ? മോളിക്യൂൾസ് ആയിട്ടാണ്. പലരും ആറ്റങ്ങൾ എന്ന് പറയാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാ? ആറ്റംസ് ആണോ മോളിക്യൂൾസ് ആണോ? മോളിക്യൂൾസ്. കണ്ടില്ലേ, നമ്മളിവിടെ കണ്ടില്ലേ ഓക്സിജൻ? അത് O ആണോ O2 ആണോ? നിങ്ങൾ പറയും കാണുന്നില്ല അല്ലേ? പക്ഷെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ O2 ആയിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ? നൈട്രജൻ അതെന്തായിട്ട് കാണുന്നത്? N2 അല്ലേ? അപ്പോൾ ഒരു ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാ? മോളിക്യൂൾസ് ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? STP അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 273 കെൽവിൻ, 273 കെൽവിനും 1 അറ്റ്മോസും. അതാണ് ഏത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കണ്ടില്ലേ? 273 കെൽവിനും 1 അറ്റ്മോസും. പഠിച്ചില്ലേ? അപ്പോൾ STP എന്ന് പറഞ്ഞാൽ STP ഓർ NTP എന്ന് പറഞ്ഞാൽ എന്താണ്? 273 കെൽവിൻ ആൻഡ് 1 ATM എന്ന് എഴുതും. എന്താ വായിക്കുക? 1 അറ്റ്മോസ്. ഓക്കെ, അപ്പം ഈ കണ്ടീഷനിൽ ഒരു മോൾ വാതക തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉൾക്കൊള്ളുന്ന വോളിയം അഥവാ വ്യാപ്തം, അതിനെ നമ്മൾ മോളാർ വോളിയം എന്ന് പറയും. എന്താ പറയുക? മോളാർ വോളിയം.
അപ്പോൾ 1 മോൾ മോളിക്യൂൾസ് STPയിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തെ എന്ത് വിളിക്കും? മോളാർ വോളിയം. അത് നമുക്കറിയാലോ, 22.4 ലിറ്റേഴ്സ് അല്ലേ, 22.4 ലിറ്റർ അല്ലേ മോളാർ വോളിയം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താ മോളാർ വോളിയം ഡെഫിനിഷൻ? മോളാർ വോളിയം ഈസ് ദി volume occupied by 1 mole molecules. അവിടെ എന്താ ആറ്റംസ് എന്ന് പറയാത്തത്? കാരണം ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണിക ഏതാണ്? മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് അറ്റ് STPക്ക് പറയാൻ NTP കുഴപ്പമില്ലല്ലോ, ഇല്ല. ഇത്തിരി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കത് കൺസെപ്റ്റിലേക്ക് മാറ്റണം. 22 മോളാർ വോളിയം ഓഫ് ഓൾ ഗ്യാസ് അറ്റ് STP എത്രയാ? മോളാർ വോളിയം ഓഫ് all gases at STP is 22.4 liters. 22.4 liters. Molar volume of all gases at STP is 22.4 liters. അതിൻ്റെ അർത്ഥം 22.4 ലിറ്റർ ഓക്സിജൻ ഏത് ഗ്യാസിനും കുഴപ്പമില്ല, ഞാൻ 1-2 എഴുതാം, at STP. That is equivalent to 1 mole molecules. 1 mole എന്ത്? മോളിക്യൂൾസ്. ഇവിടെ ആറ്റംസ് എഴുതേണ്ട ആവശ്യമില്ല. അതേ 22.4 ലിറ്റർ ക്ലോറിൻ ആണെങ്കിലോ at STP 1 mole molecules. ഏത് ഗ്യാസ് ആയാലും കുഴപ്പമില്ല, കിട്ടില്ലേ? അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മാറ്റാൻ നോക്കില്ല. അങ്ങനെയാണ് 22.4 ലിറ്റർ SO2 ആണെന്ന് ഇരിക്കുക at STP എത്ര മോളായിരിക്കും? 1 mole molecules. അപ്പോൾ ഞാൻ 3 എഴുതി, എല്ലാം 1 mole ഇട്ട്. ഇനി ഞാൻ ഒന്ന് മാറ്റുന്നു. 1 ലിറ്റർ SO2 at STP ആണെങ്കിലോ 1 divided by 22.4 molecules. മോൾ എന്താ? മോളിക്യൂൾസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എത്ര 5.7 ലിറ്റർ SO2 at STP ആണെങ്കിലോ 5.7 ഡിവൈഡ് ബൈ 22.4 മോൾ എന്ത്? മോളിക്യൂൾസ്. യൂണിറ്റ് കൺവേർഷൻ ഒന്നും ഞങ്ങൾക്ക് പറയണില്ല, പകരം ലിറ്റർ തന്നെ തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ലിറ്റർ ആണ്, ഇവിടെ ലിറ്റർ ആയിരിക്കണം നിർബന്ധമായിട്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏത് വന്നാലും ചെയ്യാം. ഓക്കെ, ഇപ്പം 8.9 ലിറ്റർ ഓക്സിജൻ at STP എന്തായിരിക്കും? That is equivalent to 8.9 by 22.4 molecules. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യുക? V ലിറ്റർ ഗ്യാസ്, ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്യാസാണ് ഞാൻ മെൻഷൻ ചെയ്തത്? ഏതെങ്കിലും ഗ്യാസ് at STP. That is equivalent to V by 22.4 molecules. Yes, മൂന്നാമത്തെ കൺസെപ്റ്റ് കിട്ടിയോ? V ലിറ്റർ ഗ്യാസ് at STP is equivalent to V divided by 22.4 molecules. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ കൺക്ലൂഷൻ എനിക്ക് മനസ്സിലായോ? ഇവിടെ എന്താ? V is equal to വോളിയം at STP. ഓക്കെ, വോളിയം at STP.